ഇൻറ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ ഡിസ്ക് തള്ളൽ. ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു. എന്താണ് ഡിസ്ക് എന്ന് മനസ്സിലാക്കാം. നട്ടെല്ലിൻ്റെ ഘടകങ്ങളായ രണ്ട് കശേരുക്കൾക്കിടയിലാണ് ഡിസ്ക് കാണപ്പെടുന്നത്. നട്ടെല്ലിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഡിസ്ക് അനിവാര്യമാണ്. ഘടനാപരമായ പ്രത്യേകത കൊണ്ട് ദൃഢതയും വഴക്കവും ഒരുമിച്ചുള്ള സ്വഭാവമുള്ളതുകൊണ്ട് ഉയർന്ന സംഘർഷവും സമ്മർദ്ദവും നേരിടാൻ നട്ടെല്ലിൻ്റെ കശേരുക്കളെ ഈ ഡിസ്കുകൾ സഹായിക്കുന്നു. ചലന സമയത്തുള്ള ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവും ഡിസ്കിനുണ്ട്. നടുക്കു ജലാംശം നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ഘടകത്തെ ആവരണം ചെയ്ത് കട്ടിയുള്ള ശക്തമായ ഘടനയാണ് ഡിസ്കിനെ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നത്. രണ്ട് കശേരുക്കൾക്കിടയിൽ ഒരു കുഷ്യൻ പോലെയാണ് ഡിസ്ക് പ്രവർത്തിക്കുന്നത്. എന്താണ് ഡിസ്ക് തള്ളൽ എന്ന് മനസ്സിലാക്കാം. ഡിസ്ക് ഹെർണിയേഷൻ, ഡിസ്ക് ബൾജ് തുടങ്ങി പല പേരുകളിലായി ഇതറിയപ്പെടുന്നു. ഡിസ്കിന് നടുവിലുള്ള ജലാംശം കുറയുന്നതാണ് ആദ്യമായി സംഭവിക്കുന്നത്. പിന്നീട് നടുക്കുള്ള ഭാഗം ചുറ്റുമുള്ള ആവരണത്തിലൂടെ പുറത്തേക്ക് തള്ളുന്നു. ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്നതിനനുസരിച്ച് ഈ അസുഖത്തെ 4 വർഗീകരിച്ചിരിക്കുന്നു. 4ാമത്തെ ഘട്ടം ശസ്ത്രക്രിയയിലൂടെ മാത്രം ചികിത്സിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ 3 ഘട്ടത്തിലും ആയുർവേദ ചികിത്സ ഫലപ്രദമായി കാണാറുണ്ട്. എന്താണ് ഡിസ്ക് തള്ളുന്നത് കൊണ്ടുള്ള കുഴപ്പം? ഡിസ്ക് പുറത്തേക്ക് തള്ളുമ്പോൾ തന്നെ നടുവിന് വേദന ആരംഭിക്കുന്നു. 2ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും നടുവിൽ നിന്ന് കാലിലേക്ക് ഇറങ്ങി വരുന്ന ഞരമ്പ് വഴി കാലിലേക്ക് വേദനയും തരിപ്പും ആരംഭിക്കുന്നു. സമാനമായി കഴുത്തിലും ഇത് സംഭവിച്ചാൽ കൈകളിലേക്ക് വേദനയും തരിപ്പും ഉണ്ടാവുന്നു. ഘടനാപരമായ പ്രത്യേകത കൊണ്ട് മുകളിൽ ഞെങ്ങിയിരിക്കുന്ന ആ ഞരമ്പ് സഞ്ചരിക്കുന്ന നിശ്ചിത ഭാഗത്തു മാത്രമായാണ് അസ്വസ്ഥതകൾ അനുഭവപ്പെടുക. കാലപ്പഴക്കം കൊണ്ടും രോഗതീവ്രത കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൂടുന്നതിനനുസരിച്ച് ബലക്കുറവ് പോലെയുള്ള അസ്വസ്ഥതകൾ കൂടി ആരംഭിക്കുന്നു. നടുവിൽ നിന്ന് കാലിലേക്കുള്ള അസ്വസ്ഥതകളാണ് കഴുത്തിൽ നിന്ന് കൈയിലേക്കുള്ളതിനെ അപേക്ഷിച്ച് കൂടുതലായി കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഡിസ്ക് തള്ളുന്നത്? സാധാരണയായി ഡിസ്കിനുണ്ടാകുന്ന തേയ്മാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലാണ് ഏറ്റവും അധികമായി ഡിസ്ക് തള്ളൽ കാണുന്നത്. ഡിസ്കിന് നടുക്കുള്ള ജലാംശം കുറയുന്നതാണ് ഡിസ്ക് തള്ളലിനെ ത്വരിതപ്പെടുത്തുന്നത്. പലപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ അത് സംഭവിക്കുന്നു. അതുപോലെ തന്നെ വീഴ്ചയും ഡിസ്ക് തള്ളലിൻ്റെ ഒരു കാരണമാണ്. എന്തൊക്കെയാണ് ഡിസ്ക് തള്ളലിൻ്റെ അപകട ഘടകങ്ങൾ എന്ന് നോക്കാം. ശരീരഭാരം കൂടുതലുള്ളവരിൽ ഡിസ്ക് തള്ളാനുള്ള സാധ്യത കൂടുതലാണ്. തെറ്റായ രീതിയിൽ ദീർഘനേരം ഇരിക്കുന്നതും ഉയർന്ന സമ്മർദ്ദത്തിലുള്ള ഭാരമെടുക്കുന്നതും ഡിസ്ക് തള്ളലിന് കാരണമാകാറുണ്ട്. സിഗരറ്റിൻ്റെ ഉപയോഗവും അനാരോഗ്യകരമായ ജീവിതശൈലിയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഡിസ്ക് തള്ളാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് മനസ്സിലാക്കാം. ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചിട്ടയായ ജീവിതശൈലി, ആരോഗ്യകരമായ ഭക്ഷണം, നല്ല ശീലങ്ങൾ, ആവശ്യത്തിന് വ്യായാമം, വേണ്ട രീതിയിലുള്ള വിശ്രമം തുടങ്ങിയവ ഡിസ്ക് തള്ളുന്നതിനെ പ്രതിരോധിക്കാൻ സഹായകരമാണ്. താഴെ നിന്ന് എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടെങ്കിൽ മുട്ടുമടക്കി മാത്രം സാധനങ്ങൾ എടുക്കാൻ ശീലിക്കുന്നത് വളരെ നന്നാകും. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും വേണ്ട രീതിയിലുള്ള ശരീരഭാവം ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുകയാണെങ്കിൽ സ്ഥിതി വഷളാകാതിരിക്കാൻ സഹായകരമാണ്. വൈകുന്തോറും പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും വേദന മാറിയതിനു ശേഷവും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. മറ്റു പല അസുഖങ്ങളിലും ഇതേ ലക്ഷണം കാണാമെന്നുള്ളത് കൊണ്ട് തന്നെ വ്യാജ ചികിത്സകരെ പരിപൂർണമായി മാറ്റി നിർത്തുക എന്നുള്ളത് ഈ ചികിത്സയിൽ വളരെ അത്യാവശ്യമാണ്. കൃത്യമായ ശാരീരിക പരിശോധനയിലൂടെയും ആവശ്യം വേണ്ടുന്ന എക്സ്റേ, MRI, രക്തപരിശോധനകളിലൂടെയും ഉള്ള രോഗനിർണയമാണ് ഏറ്റവും പ്രധാന കാര്യം. വേദന വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സംശയങ്ങളും ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ച് നിവൃത്തി വരുത്തേണ്ടതാണ്. രാത്രി ഉറക്കത്തിനിടയ്ക്ക് വേദനയുമായി എഴുന്നേൽക്കേണ്ട അവസ്ഥ വന്നാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡിസ്ക് തള്ളലിൽ വ്യായാമത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നോക്കാം. 1/3 പ്രാധാന്യം വ്യായാമത്തിനുണ്ട്. പക്ഷേ ഓർക്കുക, വേദന കൂടിയിരിക്കുന്ന അവസ്ഥയിൽ വിശ്രമമാണ് വേണ്ടത്. വേദന കുറയുന്നതിനനുസരിച്ച് അവരവർക്ക് സാധ്യമായ പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമം വൈദ്യനിർദ്ദേശത്തോടെ മാത്രം സ്വീകരിക്കുക. പല അവസ്ഥാന്തരങ്ങൾ ഉള്ളതിനാൽ മറ്റൊരാൾക്ക് പറഞ്ഞ വ്യായാമം എപ്പോഴും നമുക്ക് ചേർന്നു കൊള്ളണമെന്നില്ല. രോഗം വീണ്ടും വരാതിരിക്കാൻ വ്യായാമം തുടരുന്നത് നല്ല ശീലമാണ്. ഇത്തരം അവസ്ഥകളിൽ പെട്ടെന്ന് വേദന കുറയാനുള്ള ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണോ എന്ന് പരിശോധിക്കാം. തീർച്ചയായും ലഭ്യമാണ്. ആദ്യത്തെ ലക്ഷ്യം കൃത്യമായ രോഗനിർണയം തന്നെയാണ്. ഡിസ്ക് തള്ളലിൻ്റെ 2ാമത്തെയും 3ാമത്തെയും അവസ്ഥയിൽ ആരംഭത്തിൽ ബന്ധനവിധികൾ ഉപകാരപ്രദമാണ്. അടുത്ത ഘട്ടത്തിൽ അവഗാഹം, പ്രത്യേകതരം മരുന്നുകളിട്ട് നടുഭാഗം വെള്ളത്തിൽ മുങ്ങി 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇരിക്കുന്നത്, ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള മർമ്മപ്രയോഗങ്ങൾ, അനുശസ്ത്ര പ്രയോഗങ്ങൾ തുടങ്ങിയവ ഫലപ്രദമാണ്.
സമയബന്ധിതമായി അധികം വൈകാതെ തന്നെ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ തുടരാൻ സഹായിക്കുന്നതാണ് ഈ ചികിത്സാ വിധികൾ. ശസ്ത്രക്രിയ പറഞ്ഞിരിക്കുന്ന രോഗികളിൽ ആയുർവേദത്തിന് ചികിത്സാ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. ഇത് തീരുമാനിക്കുന്നത് രോഗിയുടെ ശാരീരിക പരിശോധനയിലൂടെയാണ്. MRI സ്കാനിങ്ങിലെ കണ്ടെത്തലുകളും ശാരീരിക പരിശോധനയിലെ കണ്ടെത്തലുകളും ഒന്നാണോ എന്ന് പരിശോധിച്ച് നോക്കിയാണ് ഈ അവസ്ഥയിൽ ആയുർവേദ ചികിത്സയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഡിസ്ക് തള്ളൽ കൊണ്ട് ശസ്ത്രക്രിയ പറഞ്ഞിട്ടുള്ള രോഗികളിൽ 67% ആയുർവേദത്തിൻ്റെ ചികിത്സാ സാധ്യത നിലനിൽക്കുന്നു. എല്ലാ രോഗികളും ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതില്ല. അതുപോലെ തന്നെ എല്ലാ അവസ്ഥകളിലും ആയുർവേദം ഫലപ്രദമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അരുത്. ആയുർവേദ ചികിത്സയ്ക്ക് ശേഷം പരിപൂർണമായ വിശ്രമം ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. വൈദ്യനിർദ്ദേശപ്രകാരം മുൻപ് ശീലിച്ചു വന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തന രീതികൾ പരിഷ്കരിച്ച് അതുപോലെ തന്നെ തുടരാനാകും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും വരാനുള്ള സാധ്യതയെ കുറച്ചുകൊണ്ട് ജോലി ചെയ്യാം എന്നുള്ളതാണ് ആയുർവേദ ചികിത്സ കൊണ്ടുള്ള മെച്ചം. നടുവിൽ സപ്പോർട്ട് സ്ഥിരമായി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ സപ്പോർട്ട് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് പ്രധാനം. തുടർച്ചയായ ഉപയോഗം പേശികളുടെ ബലത്തെ കുറയ്ക്കുകയും തത്ഫലമായി കാലക്രമത്തിൽ രോഗതീവ്രത വർദ്ധിക്കുകയും ചെയ്യും. വൈദ്യനിർദ്ദേശത്തോടെ അല്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. 25 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ 90% ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഡിസ്ക് തള്ളാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിച്ച് ലഘുവ്യായാമങ്ങളിലൂടെ അതിനെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അഥവാ ഡിസ്ക് തള്ളൽ വന്നാൽ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ ആയുർവേദ ചികിത്സ സ്വീകരിക്കുന്നതാണ് പേശികളുടെ ബലത്തെയും നാഡികളുടെ ബലത്തെയും മുൻപുള്ളതുപോലെ തന്നെ നിലനിർത്താൻ നല്ലത്. നമുക്കൊന്നു ചേർന്ന് ആരോഗ്യകരമായ നട്ടെല്ലിനായി പരിശ്രമിക്കാം. ഇൻറ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ ഡിസ്ക് തള്ളൽ. ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.